ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി സർവീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി, സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒതന്റിക്കേഷന്, ഓതറൈസേഷന്, അതുപോലെ തന്നെ ഓഡിറ്റിങ്, പിന്നെ സാൻഡ് ബോക്സിങ് അല്ലെ, ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മെയിൻ ഡാറ്റകളൊക്കെ വേറെ സ്ഥലത്തും, പിന്നെ നമുക്ക് എപ്പോഴും വേണ്ട ഏറ്റവും സുരക്ഷിതമായ ഡാറ്റകൾ വേറെ സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്ന സാൻഡ് ബോക്സിങ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഇനി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സർവീസുകൾ, സെക്യൂരിറ്റി സർവീസുകൾ ഉണ്ട് നമ്മുടെ OSന്റെ ഉള്ളിലുള്ള. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ് അധികം, അതിനൊന്ന് ഒരു ഓർഡറിൽ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ, പോകാം. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് യൂസർ അക്കൗണ്ട്സ്. യൂസർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി ഇപ്പൊ നമുക്കറിയാലേ, നമ്മള് ലാപ്ടോപ്പ് യൂസ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എപ്പോഴും എന്ത് ചെയ്യലുണ്ട്, OSൽ ഇട്ട് വെക്കാറുണ്ടല്ലേ. ഇപ്പൊ വിൻഡോസിൽ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ചൈൽഡ് കണ്ട് വേറൊരു അക്കൗണ്ട്, പേരൻസിന് യൂസ് ചെയ്യാൻ വേറൊരു അക്കൗണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നോർമലി നിങ്ങൾക്ക് അറിയണ കേസ് തന്നെ, നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവരാണെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും, കാരണം എല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്തുണ്ടാവും, ഓരോ അക്കൗണ്ടിനും ഒരു യൂസർ നെയിം ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും അല്ലെ. അതിന്റെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, കീപ് ഫയൽ ആൻഡ് സെറ്റിംഗ്സ് സെപ്പറേറ്റ് അല്ലെ. രണ്ടും ഫയലുകൾ സെപ്പറേറ്റ് ആക്കി വെക്കാൻ അല്ലെ, അഥവാ കുട്ടികൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില ഫയലുകൾ ഉണ്ടാവും, അപ്പോൾ അത് മാറ്റി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടും അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് പ്രൈവസി ബിറ്റ്വീൻ യൂസേഴ്സിന് ഇടയിലുള്ള പ്രൈവസി എന്ത് ചെയ്യാനും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യല്, സെപ്പറേറ്റ് യൂസർ അക്കൗണ്ടുകൾ നോർമലി OSൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു സെക്യൂരിറ്റി സർവീസ് ആണ് അല്ലെ. കാരണം പാരന്റിന്റെ അക്കൗണ്ടിൽ, അഥവാ ഉദാഹരണത്തിന് പാരന്റ് ഒരു അക്കൗണ്ടന്റ് ആണ് നിൽക്കുക, അഥവാ കമ്പനികൾ, വലിയ വലിയ കമ്പനികളുടെ ഡാറ്റകളൊക്കെ അക്കൗണ്ടിംഗ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് എന്ത്, ഒരു രക്ഷിതാവ് നിൽക്കുക. അപ്പൊ ആ രക്ഷിതാവിന്റെ അതേ അക്കൗണ്ട് തന്നെയാണ് 11 വയസ്സുള്ള കുട്ടിക്കും എന്ത് ചെയ്യുന്നത്, രക്ഷിതാവ് കൊടുക്കുന്നതിൽ ചില സമയത്ത് എന്ത് ചെയ്യാം, ഇവന് ഈ ഏതെങ്കിലും ഡാറ്റകൾ, ഏതെങ്കിലും ഫയലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡർ ഒക്കെ അറിയാതെ ഡിലീറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ സ്വീപ്പ് ആവൂലേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മൾട്ടിപ്പിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഫീച്ചർ, ഒരു സംവിധാനം ഈ OSകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫയലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകൾ പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാരന്റിന്റെ അക്കൗണ്ട് ആണെങ്കിൽ അയാൾക്ക് ഫുൾ ആക്സസ് ഉണ്ടാവും, അഥവാ പുതിയ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയുള്ള ആക്സസ് ഉണ്ടാവും. ചൈൽഡ് അക്കൗണ്ട് ആകുമ്പോൾ നമ്മൾ ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈം വരെ നമുക്ക് ലിമിറ്റ് ചെയ്യാം, അഥവാ ഒരു പാരന്റൽ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഈ കുട്ടി 2 മണിക്കൂറാണ് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ഓഫ് ആവും. ഓക്കെ, അവൻ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യും, ഷിഫ്റ്റ് 6 മണിക്കൂർ ഉപയോഗിച്ച് ഓഫ് ആക്കി, വീണ്ടും 6 മണിക്കൂർ ഉപയോഗിച്ച് ഓഫ് ആക്കി, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ 2 മണിക്കൂറേ ഒരു ദിവസം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പാരന്റൽ കൺട്രോൾ വഴി. ഇതൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഇത്തരം ഇതൊരു ഫീച്ചറാണ്. ഓക്കെ, ഇങ്ങനെ ഓരോ ഫീച്ചറും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ടോ, അഥവാ OS സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണിത്, യൂസർ അക്കൗണ്ട്സ് എന്നുള്ള. മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഈ മൾട്ടിപ്പിൾ അക്കൗണ്ടിന് മൾട്ടിപ്പിൾ സെറ്റിംഗ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ. ചില ആളുകൾക്ക് ഫുൾ ആക്സസ് കൊടുക്കാം, ചില ആളുകളുടെ ആക്സസിന് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി പെർമിഷൻസ് ഡിസൈഡ് ഹു ക്യാൻ ഇന്ററാക്ട് വിത്ത് ഫയൽസ് ആൻഡ് ഡാറ്റ യൂസ്ഡ് ടു പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡാറ്റ അല്ലെ. സെൻസിറ്റീവ് ഡാറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് പെർമിഷൻസ് എന്നുള്ളത്. ചില ഡാറ്റകൾ ചില ആളുകൾക്ക് കാണാനേ കഴിയുള്ളൂ, ചില ഡാറ്റകൾ ചിലർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും, ചില ഡാറ്റകൾ ചിലർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ നോർമലി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആർക്കാണ് ഈ ഡാറ്റ വെറും കാണാൻ മാത്രം കഴിയേണ്ടത്, ആർക്കാണ് ഈ ഡാറ്റ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കൊടുക്കേണ്ടത്, ഒക്കെ നമുക്ക് ആ പെർമിഷനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ് അല്ലെ. ഓക്കെ ആണല്ലോ. അപ്പൊ ടീച്ചറിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റും,
സ്റ്റുഡന്റിനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആക്കാൻ തന്നെ പറ്റൂല. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെയും പെർമിഷനുകൾ, എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരേ കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും അവരുടെ പെർമിഷനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സ്. ഇതൊരു നമ്മളെ ഈ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ടാവും. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്റർ വിൻഡോ കയറിയിട്ട് നമ്മൾ ഈ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അഥവാ ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ ചൈൽഡിന് അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ വേറെ ഓരോ കുട്ടിക്കും ഓരോ അക്കൗണ്ട്, എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കട്ടോ കമ്പ്യൂട്ടറിൽ. അപ്പൊ ഓരോ കുട്ടിക്കും ഓരോ അക്കൗണ്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഉണ്ടാക്കൽ എവിടെ പോയിട്ടാണ് ഉണ്ടാക്കുക, അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് കമ്പ്യൂട്ടറിന് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു സെറ്റിംഗ്സ് ഉണ്ടാവും. അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഷോർട്ടാക്കി നമ്മൾ അഡ്മിൻ എന്ന് പറയില്ല. അപ്പൊ ഈ അഡ്മിൻ ആണ് എന്ത് ചെയ്യുക, ഫുൾ കൺട്രോൾ ഉണ്ടാവുക. ഫുൾ കൺട്രോൾ ഉള്ള ഉപഭോക്താവാണ് ആര്, അഡ്മിൻ എന്ന്. അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ചേഞ്ച് സിസ്റ്റം സെറ്റിംഗ്സ്, സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സുകൾ മാറ്റം വരുത്തുന്ന ആൾക്ക് പറ്റും. ക്രിയേറ്റ് ആൻഡ് ഡിലീറ്റ് അക്കൗണ്ടുകൾ, അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാനും ഇനി അവന് അക്കൗണ്ട് ആവശ്യമില്ലെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ആർക്ക് പറ്റും, അഡ്മിൻ. അപ്പൊ അഡ്മിന് ഫുൾ കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. സ്റ്റാൻഡേർഡ് യൂസേഴ്സ്, അപ്പൊ അഡ്മിൻ അല്ലാത്ത മറ്റ് യൂസേഴ്സ് ഉണ്ടാവല്ലോ, അല്ലെ, അപ്പൊ അഡ്മിൻ ക്രിയേറ്റ് ചെയ്ത മറ്റ് യൂസേഴ്സ്, അതാണ് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാൻഡേർഡ് യൂസേഴ്സ് വിളിക്കുക. അപ്പൊ ഉദാഹരണത്തിന് അഡ്മിൻ എന്ത് ചെയ്തു, ചൈൽഡിന് വേണ്ടി വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അതെന്താ, അവരൊക്കെ എന്താണ് സ്റ്റാൻഡേർഡ് യൂസേഴ്സ് എന്ന ഗണത്തിലാണ് വരിക. അവർക്ക് ഹാവ് ലിമിറ്റഡ് ആക്സസ് ആൻഡ് കനോട്ട് പെർഫോം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഓൺ സിസ്റ്റം. അപ്പൊ അവർക്ക് ആക്സസ് ലിമിറ്റ് ഉണ്ടാവും, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി സ്റ്റുഡന്റിന്റെ യൂസർ അക്കൗണ്ടിൽ ഇരുന്നാണ് ഒരു കുട്ടി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, അവന് ഒരിക്കലും ഒരു ആപ്പ് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. കാരണം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ആരുടെ ടാസ്ക് ആണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ടാസ്ക് ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററുടെ പെർമിഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും ഒരിക്കലും ആപ്പുകൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ടുണ്ടാവും, ചില സാധനങ്ങളൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫയലൊക്കെ ഓപ്പൺ ആക്കണ സമയത്ത് എന്ത് ചെയ്യണം, ദിസ് നീഡ് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് നിങ്ങൾ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ പാസ്വേഡ് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ കഴിയും. പക്ഷെ അഡ്മിൻ നമുക്ക് ആക്സസ് തരാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് യൂസേഴ്സിന് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ലിമിറ്റ് ഉണ്ടാവും, മനസ്സിലാക്കി വെക്കുക. ഇനി ഓട്ടോ ലോക്ക് ആൻഡ് സെക്യൂരിറ്റി സെറ്റിംഗ്സ്. ഓട്ടോ ലോക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ കുറച്ചു നേരം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓട്ടോ ലോക്ക് ആവും. നമ്മൾ മൊബൈലൊക്കെ നമ്മൾ കൊടുക്കലുണ്ടല്ലോ അല്ലെ, ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സ്ക്രീൻ ഓഫ് ആവണം. അഥവാ നമ്മളിങ്ങനെ വെറുതെ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കാതെ ജസ്റ്റ് ടച്ചിങ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മൊബൈൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ലോക്ക് ആയി പോകണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അതേപോലെ സിസ്റ്റം എന്തെങ്കിലും ഉണ്ട് കമ്പ്യൂട്ടറിന്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ലാപ്ടോപ്പ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എന്തോ ഒരു ആവശ്യം വന്നു, അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്ന് നീച്ചു പോയി. അപ്പോ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ കുട്ടി കയറി എന്തെങ്കിലുമൊക്കെ ഇതുമ്മ ചെയ്യാം അല്ലെ. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് നീച്ചു പോയ സമയത്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോ ലോക്ക് ആയി പോയിക്കണെങ്കിൽ പിന്നെ ഈ കുട്ടി വന്ന് നോക്കണ സമയത്ത് ഈ ലോക്കായ സിസ്റ്റം കാണാം. അപ്പൊ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റേത് ഇപ്പൊ നമ്മൾ പോയി എന്തൊരു സാധനം വാങ്ങിക്കാനൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഓഫ് ആക്കാനും മറന്നു കഴിഞ്ഞാൽ അവൻ വന്ന് എന്തെങ്കിലുമൊക്കെ ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അപ്പൊ ഓരോ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊണ്ടുവന്നതിന്റെ പിന്നിലും പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരത്തില് നമ്മളെ ഈ OSനെ, OSലുള്ള ഫയലുകൾ സെക്യൂർ ചെയ്യാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫീച്ചറുകൾ നിലവിൽ OSലുണ്ട്. ആ ഫീച്ചർ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെ, ഇപ്പൊ ഈ ഓട്ടോ ലോക്കിംഗ് അറിയുന്ന സാധനങ്ങൾ തന്നെ, അതൊന്നും ജസ്റ്റ് സിസ്റ്റമാറ്റിക് പഠിക്കണമെന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ത് ചെയ്യുന്നു, നമ്മളെ അലോ ചെയ്യുന്നു, അനുവദിക്കുന്നു ഇതിനൊക്കെ സെറ്റിംഗ്, പിന്ന് സെറ്റ് ചെയ്യാൻ, പാസ്വേഡ്, ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യാൻ, കൺട്രോളിങ് ആപ്പ് പെർമിഷൻ, ഓരോ ആപ്പിന്റെയും പെർമിഷൻസ് കൺട്രോൾ ചെയ്യണം. അഥവാ ഏതെല്ലാം ആപ്പിന് ക്യാമറ പെർമിഷൻ കൊടുക്കണം, മൈക്ക് പെർമിഷൻ. നമ്മൾ നിങ്ങൾ ഗൂഗിൾ മീറ്റിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കൂലേ, ക്യാമറ പെർമിഷൻ കൊടുക്കട്ടെ, മൈക്ക് പെർമിഷൻ കൊടുക്കട്ടെ. അപ്പൊ ഓരോ ആപ്പിന്റെയും പെർമിഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മളാണ്. അതുപോലെ തന്നെ മാനേജിങ് അപ്ഡേറ്റ്സ് ആൻഡ് വൈഫൈ സെക്യൂരിറ്റി അല്ലെ, അപ്ഡേറ്റ് വേണോ, അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുക, നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി നടക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആൻഡ് യൂസർ ലോഗിൻ, അഥവാ ഈ ഒതന്റിക്കേഷൻ എന്ന പ്രോസസ് നമുക്കറിയാമല്ലോ അല്ലെ, നമ്മൾ ആരാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പാസ്വേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ഡാറ്റകൾ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് കമ്പ്യൂട്ടറിൽ അല്ലെ. അപ്പൊ ആ ഉപയോഗിക്കുന്ന പാസ്വേഡ് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ലോക്കൽ പാസ്വേഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ. കാരണം നമ്മൾ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്,
പ്രിവെന്റ് സ്ട്രേഞ്ചേഴ്സ് ഫ്രം ആക്സസിങ് ഡാറ്റ. ഏതെങ്കിലും സ്ട്രേഞ്ചർ ആയിട്ടുള്ള അപരിചിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഡാറ്റ വന്ന് ഉപയോഗിക്കരുത് എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം പാസ്വേഡുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൽക്കുലത്ത് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് ഗസ് ചെയ്ത് ഊഹിച്ചെടുത്ത് സിമ്പിൾ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വേറെ ആൾക്ക് യൂസ് ചെയ്തൂടെ. അപ്പൊ നമ്മൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്യണ സമയത്ത് വളരെ ആലോചിച്ച് വളരെ യുണീക്ക് ആയിട്ടിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ പാസ്വേഡ് എന്ത് ചെയ്യുന്നത്, ഇട്ട് വെക്കരുത്. അപ്പൊ നോർമലി ഇപ്പൊ നിങ്ങൾ പല വെബ്സൈറ്റുകളിലൊക്കെ പാസ്വേഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടാവും അല്ലേ, ലെറ്ററുകൾ, അതിനൊപ്പം ഒരു നമ്പർ, അതിനൊപ്പം ഒരു സിമ്പിൾ ഒക്കെ. അപ്പൊ ഒരു മിക്സ്ചർ അല്ലേ, കുറച്ച് ലെറ്റർ, കുറച്ച് നമ്പർ, പിന്നെ കുറച്ച് സിമ്പിൾസ്, അറ്റോ അല്ലെങ്കിൽ ഹാഷ്ടാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു മിക്സ്ചർ ഉപയോഗിക്കാനാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും നല്ല ഒരു പ്രൊട്ടക്റ്റീവ് പാസ്വേഡ് എന്നുള്ളത്. അപ്പൊ അത്തരം പാസ്വേഡുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പാസ്വേഡുകളിൽ എപ്പോഴും പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളെ കോളേജിന്റെ അഡ്മിഷൻ നമ്പർ വെക്കുക. അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡു നോട്ട് ഷെയർ പാസ്വേഡ്. പാസ്വേഡ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചേഞ്ച് റെഗുലർലി. പാസ്വേഡ് ഇടക്കിടക്ക് അഥവാ ഒരു 3 മാസം 2 മാസം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ. കാരണം പാസ്വേഡ് വെക്കുന്നത് എന്തിനാണ്, നമ്മുടെ ഡാറ്റകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അല്ലെങ്കിൽ പാസ്വേഡ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫീച്ചറും നമ്മളെ OSകളിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെ. നോർമലി നമുക്ക് അറിയാവുന്ന സാധനമല്ലേ, നമുക്ക് ഒരു കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യണമെങ്കിൽ പാസ്വേഡ് അടിച്ച് വേണം ലോഗിൻ ചെയ്യാൻ. അപ്പൊ ഇത്തരം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാന്നുള്ള ഫീച്ചർ OSൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണ്, നമ്മുടെ ഫയലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ സെക്യൂരിറ്റി സർവീസുകളാണ്. ഓക്കെ, നമ്മുടെ OSനെ സെക്യൂർ ചെയ്ത് നിലനിർത്താനുള്ള ഓരോ സെക്യൂരിറ്റി സർവീസുകളാണ് യൂസർ അക്കൗണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പെർമിഷനുകൾ നമുക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ളത് അല്ലെ. ഓരോരുത്തർക്കും ഇന്ന പെർമിഷൻ വേണമെന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമുക്ക് തീരുമാനിക്കുക എന്നുള്ളത്. അതൊരു ഫീച്ചർ അല്ലേ, നല്ല ഫീച്ചർ അല്ലേ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സ്. അഡ്മിനിസ്ട്രേറ്ററിന് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ റൈറ്റുകൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് യൂസറിന് ഇത്ര റൈറ്റ് മതി, ആർക്ക് ഇത്ര അവകാശങ്ങളുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ലോക്കിംഗ് ഫീച്ചർ അടിപൊളി ഫീച്ചറാണ്. ഓക്കെ, ഇനി പ്രൊട്ടക്ടിങ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. Protecting files and folders another. Okay, the OS provides access control to manage how files and folders are accessed and shared. അപ്പോ എങ്ങനെ ഫോൾഡർ എന്ത് ചെയ്യണം, ഏതെല്ലാം ഫോൾഡറിന് എന്തെല്ലാം ആക്സസ് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആരെല്ലാം ഇത് ഉപയോഗിക്കണം, ആരെല്ലാം ഇത് ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ ആക്സസ് കൺട്രോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു നോർമൽ OSൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ആക്സസ് കൺട്രോൾ എന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മേക്ക് ഫോൾഡേഴ്സ് പ്രൈവറ്റ്. ഫോൾഡർ നമുക്ക് പ്രൈവറ്റ് ആയി സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷെയർ ഫയൽസ് ആസ് റീഡ് ഓൺലി. റീഡ് ഓൺലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ചില ഫയലുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ എഡിറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഫയൽ ഇനി എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് റീഡ് ഓൺലി, ജസ്റ്റ് വായിച്ചു വിടാനേ കഴിയുള്ളൂ. അതിൽ മാറ്റങ്ങൾ വരുത്താൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. മറ്റേത് എഡിറ്റിംഗ് ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ അയച്ച ഫയലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേറൊരാൾക്ക് അയക്കാലോ. അപ്പൊ നമ്മൾ അയച്ച ഡാറ്റ ആയിരിക്കും മറ്റേ ആൾക്ക് എത്തുക, അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പൊ അതില്ലായിരിക്കും നമ്മൾ റീഡ് ഓൺലി ആയിട്ടാണ് പല സാധനങ്ങളും അയക്കാറുള്ളത് അല്ലെ. അപ്പൊ അങ്ങനത്തെ റീഡ് ഓൺലി ഓപ്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഫീച്ചറും OSൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യാൻ അല്ലെ, ലോക്ക് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഫീച്ചറുകളൊക്കെ എന്ത് ചെയ്യാണ്, അവിടെ അവൈലബിൾ ആണ്. അപ്പൊ എൻക്രിപ്ഷൻ എന്ന് നമുക്കറിയാം എന്താണ് എൻക്രിപ്ഷൻ എന്നല്ലേ, ഡാറ്റ ബിക്കംസ് അൺറീഡബിൾ വിത്തൗട്ട് ദ കറക്റ്റ് കീ ഓർ പാസ്വേഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ഒരു പാസ്വേഡ് ഒക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പാസ്വേഡ് അടിക്കാണ്ട് ആൾക്ക് എന്തെങ്കിലും കഴിയില്ല, ഈ ഡാറ്റ വായിക്കാൻ കഴിയില്ല എന്നാണ്. പാസ്വേഡ് അടിച്ചു കാരണം പാസ്വേഡ് അടിക്കാണ്ട് ഈ ഡാറ്റ എന്തായിരിക്കും, അൺറീഡബിൾ ആയിരിക്കും, വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാവുക. ഇയാൾ ഈ പാസ്വേഡ് അടിക്കുമ്പോഴാണ് ഇത് അൺലോക്ക് ആവുക. അൺലോക്ക് ആവുമ്പോഴാണ് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യുക, ഈ ഡാറ്റ വായിക്കാൻ കഴിയുക. അപ്പൊ അങ്ങനെയൊക്കെ ആക്സസ് കൺട്രോൾ, അപ്പൊ അതെല്ലാം എന്തെല്ലാം ഡാറ്റകൾ ഉപയോഗിക്കണം, കാണണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആക്സസിനെ, ആ ഉപയോഗത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ OSൽ അവൈലബിൾ ആണെന്ന് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അഥവാ ഈ അപ്ഡേറ്റുകൾ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വരുന്നത് എന്തിനാണ്? ഒന്ന്, സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്. അഥവാ നമ്മളൊരു ആപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ആപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അഥവാ പലതരത്തിലുള്ള പഴുതുകൾ വന്നു പോകണം. ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്ത് ഉണ്ടാക്കണല്ലേ. അപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണ്ടാവും, പാച്ചുകൾ വന്നിട്ടുണ്ടാവും, അഥവാ ഹോളുകൾ, പഴുതുകൾ വന്നിട്ടുണ്ടാവും.
അപ്പൊ ഇത്തരം പഴുതുകൾ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായിക്കോണമെന്നില്ല. ഈ ആപ്പ് മാർക്കറ്റിൽ റിലീസ് ആക്കിയതിനു ശേഷം പല യൂസേഴ്സ്, പല ഉപഭോക്താക്കൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ആ ആപ്പിന് ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഓ ശരിയാണ് അവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആപ്പിന്റെയും ഓരോ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. അപ്പോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് എന്ത് ചെയ്യും, കൊണ്ടുവരും. അങ്ങനെയാണ് ഈ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, വെറും പുതിയ ഫീച്ചറുകൾ അഥവാ പുതിയ എന്തെങ്കിലും ഫീച്ചറുകൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല ഈ അപ്ഡേറ്റ് എന്നല്ലേ. നമ്മുടെ നിലവിലുള്ള ആപ്പിൽ പലതരത്തിലുള്ള പാച്ചുകൾ ഉണ്ടാവും, ഹോളുകൾ ഉണ്ടാവും, പഴുതുകൾ ഉണ്ടാവും. ഇത്തരം പഴുതുകൾ അടക്കുക എന്നുള്ളതും എന്തിന്റെ ഉദ്ദേശമാണ്, ഈ അപ്ഡേറ്റുകളുടെ ഉദ്ദേശമാണ്. അപ്പൊ ഇതിനെ നമ്മൾ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം സെക്യൂരിറ്റി വൾണറബിലിറ്റികളെ സോൾവ് ചെയ്യാൻ വേണ്ടി, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ബഗ്സ് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ചില തരത്തിലുള്ള എന്താണ് ഈ ബഗ് പറഞ്ഞാല് ചില തരത്തിലുള്ള ഈ എന്താണ് ചില ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബഗ് കയറുക പറഞ്ഞാല് നമ്മളെ സോഫ്റ്റ്വെയറുകൾ കാർന്ന് തിന്നു ഇവര്. അപ്പൊ ഒരു വണ്ട് പോലെ സാധനങ്ങളാണ്. ഓക്കെ, വണ്ട് പോലെ മനസ്സിലാക്കി. അപ്പൊ ഇവരെന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം ഇങ്ങനെ എന്ത് ചെയ്യും, പലതരത്തിൽ മിസ്യൂസ് ചെയ്യാൻ നോക്കും ഈ ബഗ്ഗുകൾ. അപ്പൊ ഇത്തരം ബഗ്ഗുകൾ ഇല്ലാണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പെർഫോമൻസ് ഇഷ്യൂ അല്ലെ, പെർഫോമൻസ് ഇഷ്യൂ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യാം, വാട്സപ്പ് ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓഫ് ആയി പോവാ അല്ലെ. ചില സമയത്തൊക്കെ വാട്സപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വെറുതെ വാട്സപ്പ് ഇങ്ങനെ ഓൺ ആയിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, വാട്സപ്പ് സ്ക്രീൻ ഓഫ് ആയി പോകും, ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആ പെർഫോമൻസ് ഇഷ്യൂവിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അവരെന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരും. ആ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ പെർഫോമൻസിന്റെ ഇഷ്യൂ എന്ത് ചെയ്യും, ക്ലിയർ ആവും. പെർഫോമൻസ് ആണ് എനിക്ക് മനസ്സിലായില്ല, ആപ്പ് റൺ ആവുന്നതിനാണ് പെർഫോമൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് നോർമലി എന്ത് ചെയ്യാറുള്ളത്, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നോർമലി ഒ എസിലൊക്കെ ഇത്തരം അല്ലെ എന്തെങ്കിലുമൊക്കെ പാച്ചുകൾ ഉണ്ടെങ്കിൽ ആ പാച്ചുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒ എസ്, നിങ്ങൾ സിസ്റ്റം വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്ഡേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം ഇതാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇഗ്നോറിംഗ് അപ്ഡേറ്റ്സ്, ഈ അപ്ഡേറ്റുകളെ അവഗണിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ലീവ് സിസ്റ്റം ഓപ്പൺ ടു അറ്റാക്സ്, നമ്മൾ അറ്റാക്കുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് അർത്ഥം. അഥവാ നമ്മൾ ഒരു പ്രശ്നം കണ്ടിട്ട് ആ പ്രശ്നത്തിനെ അവഗണിച്ചതിന്റെ അർത്ഥം എന്താണ്, അത് കാരണം ഒരു ആ മതിൽ നമ്മളൊരു ഓട്ട കണ്ടു അല്ലെ, ആ ഓട്ട കണ്ടിട്ട് ആ ഓട്ട നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ ആ ഓട്ട വഴി എന്ത് ചെയ്യും, പുറത്തുനിന്ന് ആളുകൾ ഈ മതിൽ വഴി എന്ത് ചെയ്യും, ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും, പ്രവേശിക്കും അല്ലെ. അപ്പൊ ആ പ്രവേശനത്തിന് തടയാൻ വേണ്ടി നമ്മൾ ഈ ഓട്ടകൾ എന്ത് ചെയ്യണം, അതിൽ വരുന്ന ഓട്ടകൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി അടച്ച് പാച്ച് വർക്ക് ചെയ്ത് കൊണ്ടേ നടക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലെ തന്നെയാണ് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഹോൾസ്, പലതരത്തിലുള്ള സെക്യൂരിറ്റി പാച്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുകളിൽ ഉണ്ടാവും. അപ്പൊ ഇത്തരം പാച്ചുകൾ കമ്പനി കണ്ടെത്തുന്ന സമയത്ത് ആ പാച്ചുകൾ അടക്കാൻ വേണ്ടി, ആ പാച്ചുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ആ പാച്ച് ഫിക്സ് ചെയ്തിട്ടില്ലാണെങ്കിൽ ആ പാച്ച് വഴി എന്ത് ചെയ്യും, ഹാക്കർ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് എത്തുകയും നമ്മുടെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് എത്തുകയും നമ്മുടെ ഡാറ്റ ലീക്ക് ആയി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഒരിക്കലും അപ്ഡേറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അപ്ഡേറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഒന്ന് നമ്മളെ സെക്യൂരിറ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവും അല്ലെ. കാരണം നമ്മളെ ഓവറോൾ സെക്യൂരിറ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, നമ്മളെ ആപ്പുകൾ വളരെ സ്റ്റേബിൾ ആയി നിൽക്കാൻ അല്ലെ. മറ്റേത് അങ്ങനെ ആപ്പ് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ഓഫായും ഓണായും, ചിലപ്പോൾ വെറുതെ മിനിമൈസ് ആവും, വെറുതെ എന്ത് ചെയ്യും, ഓട്ടോ ലോക്ക് ആവും, അങ്ങനത്തെ ഒരുപാട് ഒരു അൺസ്റ്റേബിൾ ആയ കണ്ടീഷനിലേക്കും ചില ആപ്പുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അത്തരം ആ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളെ ഇത്തരം അപ്ഡേറ്റുകൾ എന്ത് ചെയ്യും, സഹായിക്കും. അതുപോലെ തന്നെ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാല് ചില ആപ്പുകൾ ചിലതിലെ വർക്ക് ആവുള്ളൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലെ. അഥവാ ഉദാഹരണത്തിന് ഫോട്ടോഷോപ്പ് 2022 മുതലുള്ള വേർഷനുകള്, ഫോട്ടോഷോപ്പിന്റെ 2022 മുതലുള്ള വേർഷനുകള് വിൻഡോസ് 11 മാത്രം എന്തേ ഉള്ളൂ, വർക്ക് ആവുള്ളൂ. അപ്പൊ ബാക്കിയുള്ള വിൻഡോസ് 11ന്റെ അടിയിലുള്ള വിൻഡോസ് 10, വിൻഡോസ് 8, വിൻഡോസ് 7 പോലത്തെ വേർഷനുകളിൽ അതെന്താണ്, കോമ്പാറ്റിബിൾ അല്ല. ഓക്കെ, അപ്പൊ പുതിയ വരുന്ന ആപ്പുകളൊക്കെ എന്തായിരിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമേ എന്താവുള്ളൂ, വർക്ക് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാല്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ വർക്ക് ചെയ്യാവുന്ന രൂപത്തിലേക്കൊന്നും ഉണ്ടാവുക ഈ ആപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് വിൻഡോസ് 11 വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ആപ്പ് ഒരിക്കലും കൊണ്ടുപോയിട്ട് വിൻഡോസ് 8 കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, വർക്ക് ചെയ്യിക്കാൻ കഴിയില്ല. അത് കോമ്പാറ്റിബിൾ ഇഷ്യൂ ആണ്. അപ്പൊ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോ നമ്മൾ OSകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സഹായിക്കുന്നത്. കാരണം പുതിയ വരുന്ന സോഫ്റ്റ്വെയറുകൾ പുതിയ വരുന്ന OSനനുസരിച്ചേക്കും കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ലാണെങ്കിൽ എന്ത് ചെയ്യും, അത് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ആവുക. ഇപ്പൊ നിലവിലിപ്പം വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിലവിലൊക്കെ അധികം 5G നെറ്റ്വർക്ക് ആണ് ഇവിടെ ഉള്ളത്. 5G നെറ്റ്വർക്ക് ഉള്ള ഒരാൾ ഇപ്പോഴും 4G നെറ്റ്വർക്ക് ഉള്ള ഫോണായിട്ട് കൊണ്ടുപോയി നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് നെറ്റ്വർക്കിന്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം നിലവിലുള്ള അധിക ആപ്പുകളും നിലവിലുള്ള അധിക ഫോണുകളും അത് 5G കോമ്പാറ്റിബിൾ ആയിട്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോഴും 4G ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിന്റെ പല ഇഷ്യൂകൾ ഉണ്ടാവുന്നത് മാത്രമല്ല പല ഫീച്ചറുകളും നമുക്ക് മിസ് ആവുന്നതാണ്. കാരണം അധിക കമ്പനികളും ഫോണുകൾ ഇറക്കുന്നത് 5G ആയിട്ടാണ്. കാരണം നിലവിലുള്ളത് ആ കോമ്പാറ്റിബിൾ ഇഷ്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കോമ്പാറ്റിബിൾ എന്ന ടേം എന്താ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാന ഒന്നുകൂടി ഉണ്ട്, ആന്റിവൈറസ് ആൻഡ് ഫയർവാൾ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ടേമുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി മനസ്സിലാക്കുക, രണ്ടുതാ ഈ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ആന്റിവൈറസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസ് ഇൻസൈഡ് ദ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആന്റിവൈറസ് ഉപയോഗിക്കുന്നത്. അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും ഫയലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് പ്രശ്നങ്ങളുള്ള ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറസുകൾ ബാക്കിയുള്ള ഫയലുകളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനും ആ ഉള്ള ഫയല് ഓപ്പൺ ആവാതിരിക്കാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാട്ടത്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ആന്റിവൈറസ് എന്നുള്ളത്. ഫയർവാൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഇതൊരു ഗേറ്റ് വേ ആണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സാധനങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് സാധനങ്ങൾ വരുന്നതുമായ ഒരു ഗേറ്റ് വേ ആണ്. അപ്പൊ പുറത്തുനിന്ന് സാധനങ്ങൾ വരികയാണെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് സാധനം കമ്പ്യൂട്ടറിലേക്ക് ഉള്ളിൽ നിന്ന് സാധനം പോവാ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് സാധനം ഇന്റർനെറ്റിലേക്ക് പോവാ. അപ്പൊ ആ ഒരു ഇൻകമിങ് അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ട്രാഫിക്കുകൾ നിയന്ത്രിക്കുന്ന ഒരു ഗേറ്റ് വേ ആണ് ഫയർവാൾ എന്ന് പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ടും ഫയർവാളിൽ എവിടേക്കും പ്രശ്നം വരും, നെറ്റ്വർക്ക് അറ്റാക്ക് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. ഒരു കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്നും വരുന്ന നെറ്റ്വർക്ക് അറ്റാക്കുകൾ ഉണ്ടാവും ഇന്റർനെറ്റ് വഴിയാണ് മെയിൻ ആയിട്ടും വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്താറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്നും വരുന്ന അറ്റാക്കുകൾ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഫയർവാൾ എന്നുള്ളത്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പൊ ഫോട്ടോഷോപ്പ് മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം മുഖേനയൊക്കെ കമ്പ്യൂട്ടറിന്റെ ഉള്ളില് വൈറസുകൾ സ്പ്രെഡ് ആവുന്നതിനെ തടയുന്ന സംഭവമാണ് ആന്റിവൈറസ് എന്നുള്ളതും. സിമ്പിൾ അല്ലേ. നെറ്റ്വർക്ക് വഴി വരുന്ന അറ്റാക്കുകളെ തടയുന്ന സംഭവം ഫയർവാളും, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകൾ മൂലം കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള മലീഷ്യസ് അഥവാ സംശയാസ്പദമായ എന്തെങ്കിലും അറ്റാക്കുകളൊക്കെ നടക്കുന്ന ആ ഒരു സംഭവത്തിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനം എന്ത്, ആന്റിവൈറസ്. ഓക്കെ, ആന്റിവൈറസിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിലവിൽ റണ്ണിങ് ആണ്. ഫോർ എക്സാമ്പിൾ വിൻഡോസ് ഡിഫൻഡർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് ഡിഫൻഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കാണാൻ പറ്റും. അപ്പൊ ഈ വിൻഡോസ് ഡിഫൻഡർ ഒരു ടൈപ്പ് ഓഫ് ആന്റിവൈറസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിനുള്ളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ നമുക്ക് ക്യാഷ് കൊടുത്ത് അഥവാ ഇയർലി സബ്സ്ക്രിപ്ഷനിലൊക്കെ ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ആന്റിവൈറസുകൾ ഉണ്ട്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതായിരിക്കും അവാസ്റ്റ ആന്റിവൈറസ്, അതുപോലെ തന്നെ നോർത്തോൺ ആന്റിവൈറസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ആന്റിവൈറസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം കമ്പനികളുടെ ആന്റിവൈറസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടു മൈ പേഴ്സണൽ സജഷൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നോർമലി ഇപ്പൊ നമ്മൾ വിൻഡോസ് 11 പോലത്തെ ലാപ്ടോപ്പ് ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആന്റിവൈറസുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം വിൻഡോസ് 11 മുതൽ ആന്റിവൈറസ് ഇൻബിൽഡ് ആയിട്ടാണ് ഈ OSകൾ മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്യുന്നത്, വിൻഡോസ് OSകൾ ഇറക്കുന്നത്. കാരണം മൈക്രോസോഫ്റ്റ് അത് ഞാൻ പറയാൻ വിട്ടു, ഈ വിൻഡോസ് ഇറക്കുന്നത് ആരാണ്, മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെയാണ് വിൻഡോസ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. നമ്മളെ വേർഡ്, പവർ പോയിന്റ് പോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാക്കുന്ന അതേ കമ്പനി തന്നെയാണ് മൈക്രോസോഫ്റ്റ്. ആ മൈക്രോസോഫ്റ്റിന്റെ തന്നെയാണ് ഈ OS. ഓക്കെ, വിൻഡോസ്. അപ്പോ വിൻഡോസ് 11 ഒക്കെ എന്താണ് അധികവും ഇത്തരത്തില് ആന്റിവൈറസോട് കൂടി തന്നെയാണ്. അപ്പൊ ഇനി ഒരു സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് വെച്ചാൽ വേണ്ട, കാരണം അതൊരു എക്സ്ട്രാ ബേർഡൻ ആണ്. അതിന് ഇനി വേറെ റാമും GPU ഒക്കെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ അത്രയും GPU റാം ഒക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ആപ്പുകൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാതിരിക്കലാണ് എപ്പോഴും കമ്പ്യൂട്ടറിന്, കാരണം അത്രയും GPU ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് പോവല്ലേ. ഓക്കെ, അപ്പൊ ആന്റിവൈറസ് എന്താണ് ചെയ്യുക നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഡിറ്റക്ട്സ് ആൻഡ് റിമൂവ്സ് മാൽവെയർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽവെയർ അഥവാ റാൻസം വെയറോ
അല്ലെങ്കിൽ ട്രോജൻ വെയറോ ഒരുപാട് മാൽവെയർ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു മാൽവെയർ ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ ആ ഇത് മാൽവെയർ ആണ് ഡിറ്റക്ട് ചെയ്യാനും ആ മാൽവെയറിനെ റിമൂവ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും? ആന്റിവൈറസുകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫയലുകൾ, ഇമെയിലുകൾ, ഡൗൺലോഡ്സ് ഇതൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തരത്തില് ഓരോ ഫയലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആര് കറക്റ്റ് ആക്ഷൻ എടുക്കും? ഈ ആന്റിവൈറസുകൾ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മസ്റ്റ് ബി അപ്ഡേറ്റഡ് റെഗുലർലി. ഈ ആന്റിവൈറസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയി നടക്കണം എന്നുള്ളതാണ്. ഈ ഫയർവാൾ എന്തൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുക? കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്. ഇൻകമിംഗ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത്തരം ട്രാഫിക്കുകൾ എന്ത് ചെയ്യും? അവർ കൺട്രോൾ ചെയ്യും. കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അതാണ് ഔട്ട്ഗോയിങ്. ഇൻകമിംഗ് തന്നെ കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്നും ഉള്ളിലേക്ക് വരുന്നതുമായ ആ ട്രാഫിക്, നെറ്റ്വർക്കിന് ട്രാഫിക്കിനെ എന്ത് ചെയ്യും? അവർ കൺട്രോൾ ചെയ്യും. ബ്ലോക്സ് അൺഓതറൈസ്ഡ് കണക്ഷൻ. അപ്പോൾ ഓതറൈസ് അല്ലാത്ത, അർഹമല്ലാത്ത കണക്ഷനുകൾ എന്ത് ചെയ്യും? അവര് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഫയർവാളിന്റെ പണി. ആന്റിവൈറസിന്റെ പണി എന്താണ്? ഇത്തരത്തിൽ എന്തെങ്കിലും മാൽവെയറുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾ ആപ്പിലേക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യാൻ ആര് സഹായിക്കും? ആന്റിവൈറസുകൾ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിലുകൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫയലുകളിൽ അതിലൊക്കെ ഇങ്ങനെ സ്കാനിങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള മലീഷ്യസ് ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനും ആര് സഹായിക്കും? ആന്റിവൈറസുകൾ സഹായിക്കും. ആന്റിവൈറസിന്റെ ഉദാഹരണമാണ് വിൻഡോസ് ഡിഫൻഡർ. അത് ഓട്ടോമാറ്റിക്കലി എല്ലാ OS-ലും ഉണ്ടാവുന്നതാണ്. ഇനി പുറമെ ഇനി ക്യാഷ് എടുത്ത് വാങ്ങിക്കണമെങ്കിൽ അവാസ്റ്റ്, നോർട്ടണോ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫയർവാളും നോർമലി എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതൊക്കെ OS-ന്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയി വരുന്ന സാധനങ്ങളാണ്. അഥവാ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ് ആയിട്ടുള്ള സർവീസുകളാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തില് നമ്മളെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS-നെ സെക്യൂർ ആയി നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള സെക്യൂരിറ്റി സർവീസുകൾ OS-ന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. അതിന് വ്യത്യസ്ത ടൈപ്പിലുള്ള സർവീസുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു. അതിൽ വന്നാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ ആന്റിവൈറസ് ആൻഡ് ഫയർവാൾ, ഇതൊക്കെ അതിൽ വന്നാട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കണം. ഇതെന്താണ് ഇത് ബന്ധം വിട്ടുപോയത്. ഓക്കെ. പിന്നെ അവസാനത്തെ ഒരു സെക്യൂരിറ്റി സർവീസ് ആണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. അഥവാ എപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഒരു ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ബാക്കപ്പ് ഈസികളുടെ എന്താണ്? എക്സ്ട്രാ കോപ്പി ഓഫ് ഇമ്പോർട്ടന്റ് ഡാറ്റ സ്റ്റോർഡ് സെപ്പറേറ്റ്ലി. നമ്മുടെ കമ്പ്യൂട്ടറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഡാറ്റകൾ നമ്മൾ ഒരു എക്സ്ട്രാ കോപ്പി എന്ത് ചെയ്യും? വേറൊരു സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വൈറസ് അറ്റാക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ, നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഹാർഡ്വെയർ വൈസ് ആണ്. ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫോട്ടോഷോപ്പ് പോലെ സാധനങ്ങളാണ് സോഫ്റ്റ്വെയറുകൾ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ മദർ ബോർഡ്, മൗസ്, പിന്നെ അങ്ങനെ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഹാർഡ്വെയർ ഫയൽ, എന്തെങ്കിലും CPU എന്ത് ചെയ്തു? അടിച്ചുപോയി. അപ്പൊ അങ്ങനത്തെ ഹാർഡ്വെയർ ഫയലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ മൊത്തം അടിച്ചു പോലെ. കാരണം നമ്മൾക്ക് നമ്മളെ പല ഡാറ്റകളും നമുക്ക് മിസ്സാവും. അപ്പൊ അങ്ങനെ മിസ്സാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ബാക്കപ്പ് യൂസ് ചെയ്യാം. അപ്പൊ ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതേ OS നമ്മൾ ഇനി വേറെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഇതേ ഡാറ്റകൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. മറ്റേതെങ്കിലും വൈറസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മൊത്തത്തിൽ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇത് അങ്ങനെ ഒരു മിസ്സാവണ അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഒരു ബാക്കപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മിസ്സാവണ അവസ്ഥ എന്ത് ചെയ്യില്ല? ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആക്സിഡന്റൽ ഡിലീഷൻ. ആക്സിഡന്റ് അഥവാ നമ്മൾ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് ഈ സാധനം ഡിലീറ്റ് ആയിപ്പോയി. ആക്സിഡന്റലി നമ്മളെ കയ്യിൽ നിന്ന് ഈ സാധനം ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു എക്സ്ട്രാ കോപ്പി എന്ത് ചെയ്യും? നമ്മളെ ഫയലുകളുടെ ഒക്കെ ഒരു എക്സ്ട്രാ കോപ്പി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബാക്ക്. ഇതൊക്കെ വിൻഡോസിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ട് കേട്ടോ. നമ്മളെ പല സാധനങ്ങളും ഇങ്ങനെ ക്ലൗഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ഒഫീഷ്യൽ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അധികം ആൾക്കാരെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വിൻഡോസ് നിങ്ങളെ ലാപ്ടോപ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കിട്ടില്ല. അധികം നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ കടയിൽ പോയിട്ട് കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അധിക കമ്പ്യൂട്ടറിനൊപ്പം അതിന്റെ ഒപ്പം ഇൻബിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ വിൻഡോസുകൾ വരുന്നുണ്ട്. അത് ഒറിജിനൽ വിൻഡോസ് ആയിരിക്കും. നിങ്ങൾക്ക് ആജീവനാന്തം ഒഫീഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ എന്തുണ്ടാവും? ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ OS ക്രാഷ്. അതുപോലെ തന്നെ ചിലപ്പോൾ OS ക്രാഷ് ആവാം. അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ചിലപ്പോൾ ക്രാഷ് ആവാം. അത്തരം ക്രാഷിലൂടെയും ചിലപ്പോൾ നമ്മുടെ ഡാറ്റകൾ എന്ത് ചെയ്യാം? മിസ്സായി പോയേക്കാം.
ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ പല സോഫ്റ്റ്വെയറുകളും ക്രാക്ക് യൂസ് ചെയ്യും അല്ലെ, ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇതൊക്കെ നമ്മൾ ക്രാക്കുകൾ യൂസ് ചെയ്യും. പക്ഷെ ചില ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വാങ്ങിക്കും, ലാപ്ടോപ്പിൽ OS ഉണ്ടാവില്ല, ആ OSും അവരെന്ത് ചെയ്യും ക്രാക്ക് യൂസ് ചെയ്യുന്നതാണ്. അത് ഭയങ്കര സീനാണ്. കാരണം OS തന്നെ ക്രാക്ക് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം OS ആണ് കുറച്ചെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ആപ്പുകളുടെയും സെക്യൂരിറ്റി ഒക്കെ കീപ്പ് ചെയ്യണത്. ആ OS തന്നെ ക്രാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അവസ്ഥ കണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. OS ഒരിക്കലും എന്ത് ചെയ്യരുത് ക്രാക്ക് ആകുക. കാരണം ഒറിജിനൽ വോയിസ് കിട്ടുകയും ഒറിജിനൽ വോയിസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാപ്ടോപ്പ് വാങ്ങിക്കണം, ഇത് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. കാരണം നിലവിലെ അധിക ലാപ്ടോപ്പുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കപ്പ് ചെയ്ത ലൊക്കേഷൻസ് ഏതൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതാണല്ലോ, ഈ ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക? ഒന്ന് നമ്മൾ എക്സ്റ്റേണൽ ഡ്രൈവ് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ പെൻ ഡ്രൈവ് അല്ലെ, നല്ല സ്റ്റോറേജ് ഉള്ള പെൻ ഡ്രൈവിൽ നമുക്ക് ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ച് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്താണ്, ക്ലൗഡ് സ്റ്റോറേജ് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഈ വിൻഡോസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഈ നിങ്ങളുടെ കയ്യിലുള്ളത് ഒറിജിനൽ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, ക്ലൗഡ് സ്റ്റോറേജ്. ഈ മൈക്രോസോഫ്റ്റിന്റെ വൺ ഡ്രൈവ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വൺ ഡ്രൈവ് പേര് പഠിച്ചാൽ വൺ ഡ്രൈവ് ഏകദേശം നമ്മൾ നോർമലി ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഒറിജിനൽ വിൻഡോസ് ആണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാണ്ടാവും. ഒരു 50 GB ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ, 50 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. ബാക്കി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കണം. ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് 50 GB ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫയൽ സേവ് ചെയ്ത് വെക്കണം സമയത്ത് നമുക്ക് ഈ ക്ലൗഡിൽ കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഫയൽ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ്. അപ്പൊ രണ്ടാലൊരു രീതി നമുക്ക് സ്വീകരിക്കാം. ഒന്നെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡ്രൈവറായ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ എക്സ്റ്റേണൽ USB ഡ്രൈവറായ പെൻ ഡ്രൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്ത് ഈ ക്ലൗഡ് സ്റ്റോറേജിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫയലുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെല്ലാം നമുക്ക് കൺവീനിയന്റ് ആയ രീതി ഏതാണോ അത് സ്വീകരിക്കാം. എന്തായാലും എപ്പോഴും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ബാക്കപ്പ് എന്നുള്ളത്. കാരണം ബാക്കപ്പ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം നമ്മൾ ഈ IT ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാൻ കഴിയും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡാറ്റകൾ ബാക്കപ്പ് സൂക്ഷിക്കണം. ബാക്കപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓക്കെ, അപ്പൊ അത് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ബാക്കപ്പ് സൂക്ഷിക്കുക. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയ്ക്കൊക്കെ വീക്കിലി ബാക്കപ്പ് ഓൺ ആക്കിയിടണം വാട്സപ്പിൽ ഡാറ്റകൾ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഫോൺ പറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ മെസ്സേജ് ഒക്കെ വാട്സപ്പിൽ വന്ന് കിടക്കണില്ലേ, അതൊക്കെ മിസ്സായി പോകൂലേ. അപ്പൊ എന്ത് സാധനമാണെങ്കിലും ഡാറ്റ ആണോ അവിടെ ബാക്കപ്പ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അത് കൊണ്ടുപോയി നടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി റീകവറി എന്ന് പറഞ്ഞാൽ അറിയാം, ഈ ബാക്കപ്പ് ചെയ്ത ഡാറ്റനെ നമ്മൾ റീകവർ ചെയ്യുന്നതിനാണ് നമ്മൾ റീകവറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിക്കവറി അലോസ് റീസ്റ്റോറിംഗ് ഡാറ്റ ആഫ്റ്റർ സിസ്റ്റം ഫെയിലിയർ. അപ്പൊ നമ്മൾ സിസ്റ്റം എങ്ങനെ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ ഈ നിലവിലുള്ള ബാക്കപ്പ് വെച്ചിട്ട് നമ്മുടെ ഫയലുകൾ റീകവർ ചെയ്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്തെടുക്കാൻ എന്ത് ചെയ്യും, ഇത്തരം ബാക്കപ്പുകൾ നമ്മളെ സഹായിക്കും. ആ ബാക്കപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റകൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന പരിപാടിക്ക് നമ്മൾ എന്ത് വിളിക്കുക, റീകവറി എന്ന് വിളിക്കുക. അപ്പം ഉദാഹരണം നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ഫോണിലുള്ള വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്കുള്ള ഡാറ്റകൾ നമ്മൾ റീകവർ ചെയ്തെടുക്കണ്ടല്ലോ ബാക്കപ്പ് ഉപയോഗിച്ചിട്ട്. അത് ഇതിനൊരു ഉദാഹരണമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതൊക്കെ നമ്മളെ വിൻഡോസ് OSൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് കിട്ടുന്ന സെക്യൂരിറ്റി സർവീസുകളാണ്. ഇതൊക്കെ എപ്പോഴാ അപ്ലിക്കബിൾ ആവുക, നിങ്ങളെ വിൻഡോസ് ഒറിജിനൽ ആണെങ്കിൽ അധികം ആൾക്കാരും എന്തായിരിക്കും ക്രാക്ക് ആക്കി യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കണില്ല, നല്ലൊരു കടയിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ആണ് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. അധികം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ആയിക്കൊണ്ടാവുക, മറ്റേത് ക്രാക്കഡ് ആയിക്കൊണ്ടാവുക. അപ്പൊ അത് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ.